മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല വസംഅ മിൻഹു സുമ്മ ഐനൻ ബാസിറാ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി ഹർവല. ഇതേ ആശയം വരുന്ന ഒരു ഖുദ്സി ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു പറയാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, ഒരുപാട് സുന്നത്തുകൾ ചെയ്തുകൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ഏതുവരെ ഞാൻ അവനെ പ്രിയം വെക്കും. അങ്ങനെ ഞാൻ പ്രിയം വെച്ച് കഴിഞ്ഞാലോ കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹു അല്ലതി യബ്തുഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതി യംശി ബിഹ, അവൻ നടക്കുന്ന കാല് ഞാനാകും. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു മഖാമിലേക്ക് ഒരാൾ എത്തിച്ചേർന്നാൽ പിന്നെ അവൻ അടുത്തുള്ളതും ദൂരത്തുള്ളതും ഒക്കെ കാണാൻ പറ്റും, പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ദൂരത്ത് നിന്ന് എന്ത് പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റും. ഇതുകൊണ്ടല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സാദിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യത്തെ ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ മദീനയിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടതും അങ്ങ് അകലയെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചത് സാദിയ റളിയല്ലാഹു അൻഹു കേട്ടതൊക്കെ ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അസാധാരണമായ സംഭവങ്ങൾ, അബോധികരമായ കാര്യങ്ങൾ മഹാന്മാരിലൂടെ സംഭവിക്കാം. ഇതന്നെയാണ് ഖുർആനും നമ്മോട് പറയുന്നത്, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൈയും കണക്കില്ലാതെ കൊടുക്കും. എന്നാൽ ഈ വഹാബികളുടെ വിശ്വാസം എന്താ? അബോധികരമായിട്ടുള്ള കാര്യങ്ങൾ ദിവ്യത്വമാണ്. ശരിക്കും ഈ വാദം കൊണ്ട് അവർ കുടുങ്ങാണ്. കാരണം ഔലിയാക്കന്മാരും അമ്പ്യാക്കന്മാരൊക്കെ ദൈവമെന്ന് പറയേണ്ടി വരും. പിന്നെ അള്ളാന്റെ വാസസ്ഥലം അർഷാണെന്നും ഓരോ ദിവസം രാത്രി 1-ാം ആകാശത്തേക്ക് അള്ളാഹ് ഇറങ്ങി വരുന്ന പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറയാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളോടൊന്നും ചോദിക്കട്ടെ, എങ്ങനെ വരെ അള്ളാഹുവിന്റെ വാസസ്ഥലം അർഷാണെന്ന് പറയുകയാണെങ്കിൽ അർഷൊക്കെ ഹാദിസായ സംഗതിയല്ലേ, പുതിയതായിട്ടുണ്ടായതല്ലേ. അപ്പൊ ഈ അർഷൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ അള്ളാഹ് എവിടെയായിരുന്നു? ഇനി അതല്ല, അള്ളാഹ്ക്ക് മുന്നേ അർഷുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? ഇത് ഷിയാക്കളിൽ നിന്ന് കൈമാറി കിട്ടിയ വിശ്വാസമാണ് ഇവർക്ക്. ഖൈബറിന്റെ കവാടം അലി റളിയല്ലാഹു അൻഹു ഒറ്റക്ക് പറിച്ചെടുത്തപ്പോ അതൊരു അസാധാരണമായ സംഭവമായപ്പോ അന്നത്തെ ചില ഷിയാക്കള് അള്ളാഹു നേരിട്ട് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ഇറങ്ങിയതാണെന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചു. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വളരെ വ്യക്തമാണ്. ദിവ്യത്വം എന്നുള്ള സിഫത്ത് അള്ളാഹ്ക്ക് മാത്രം ഉള്ളതാണ്. ആരെങ്കിലും ഒരാൾ അസാധാരണമായിട്ട് വല്ലത് കാണിക്കുമ്പോഴേക്ക് ഓൻ ദൈവമാണെന്ന് പറഞ്ഞു കുടുങ്ങേണ്ട ഒരു അവസ്ഥ സുന്നികൾക്ക് വരൂല.